നമസ്കാരം. യോഗസൂത്രം 252 വളരെ മനോഹരമായ ഒരു സൂത്രമാണത്. ആ സൂത്രം എങ്ങനെയാണ്? തഥ ക്ഷീയതേ പ്രകാശാവരണം. നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം, ഇന്നർ ലൈറ്റ്, അതാണ് കോൺഷ്യസ്നസ്, സെൽഫ്, ബോധം എന്ന് പറയുന്നത്. തഥ ക്ഷീയതേ പ്രകാശാവരണം. ആ പ്രകാശത്തിന് പൊതിഞ്ഞിട്ടുള്ള ആവരണമാണ് ഈ ചിന്തകൾ നിറഞ്ഞിരിക്കുന്ന മനസ്സ്. അപ്പോൾ നമ്മുടെ യമ നിയമ ആസന പ്രാണായാമത്തിലെത്തുന്നതോടെ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കുന്നു. അതായത് മനസ്സും പ്രാണനും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ മനസ്സിന് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ബ്രീത്തിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സ് സ്ഥിരതയിലേക്ക് നീങ്ങുന്നു എന്നാണ് അർത്ഥം. അതായത് മനസ്സ് നിശ്ചലമാകാൻ തുടങ്ങുന്നു. വെള്ളം നിശ്ചലമാണെങ്കിലേ അതിൻ്റെ അടിത്തട്ടിലുള്ള ഒരു കോയിൻ നമ്മൾക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ബോധം, ആ ബോധത്തിനൊരു മറയായിട്ട് മനസ്സ് പ്രവർത്തിക്കുന്നു. മനസ്സ് സാവധാനം നിശ്ചലമാകാൻ തുടങ്ങുന്നതോടെ മനസ്സ് ആ പ്രകാശത്തിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നീട് നമുക്ക് വേവലാതികളോ വറീസ് ഒന്നുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ അത് പ്രകടിപ്പിക്കാൻ തുടങ്ങും. മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധ്യമാവുന്നു. അല്ലെങ്കിൽ ഇറ്റേണൽ ഹാപ്പിനെസ്, എപ്പോഴും സന്തോഷം, വേവലാതി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അത് നമ്മുടെ തഥ ക്ഷീയതേ പ്രകാശാവരണം, നമ്മുടെ ഇന്നർ ലൈറ്റിനെ ആവരണം ചെയ്തിരിക്കുന്ന മനസ്സിലെ ചിന്തകൾ ഇല്ലാതാകുന്നതോടെ ആ പ്രകാശം വെളിവാക്കും, നമ്മൾ ശാന്തി കൈവരിക്കും. ഓക്കെ, താങ്ക് യു.